PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും ഒരുപോലെ ചോദ്യങ്ങൾ വരുന്ന PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനു മുന്നും നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ചാനലിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സ്, കാലത്ത് 10 മണിക്ക് യൂണിവേഴ്സിറ്റി LGSകാർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് SCRT ഭാഗങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ലൈവ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സമയത്ത് വീഡിയോ വരുമ്പോൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ PDF നമ്മൾ ടെലിഗ്രാം വഴി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ഈ ഒരു നിയമം ഗവർണർ ഒപ്പുവച്ചത് അല്ലെങ്കിൽ പാസ്സായത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2008 ഓഗസ്റ്റ് 11-നാണ്. 2008 ഓഗസ്റ്റ് 11-നാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഗവർണർ ഒപ്പുവച്ചത്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാർഷിക മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, പാരിസ്ഥിതിക വ്യവസ്ഥയെ നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി വയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ സംരക്ഷിക്കുക. ഇതാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യം. എന്താണ്? കേരളത്തിലെ കാർഷിക മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, പാരിസ്ഥിതിക വ്യവസ്ഥയെ നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി വയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ സംരക്ഷിക്കുക. ഈ നിയമം നിലവിൽ വരുമ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ ആയിരുന്നു. ഓക്കെ, ഈ നിയമം നിലവിൽ വരുമ്പോഴുള്ള കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഈ ഒരു നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളാണുള്ളത്? 30 വകുപ്പുകളാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. 30 വകുപ്പുകൾ. 2008 ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2018 29-ാം ആക്ട് പ്രകാരം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 2018-ലാണ്. 2018 29-ാം ആക്ട് പ്രകാരമാണ് ഇത് ഭേദഗതി ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയൽ എന്ന് വെച്ചാൽ എന്താണ്? നെൽവയൽ എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷിയൊന്നും ചെയ്യാതെ തരിശായിട്ടിട്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ നിലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിറകൾ, ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ ഇവയെല്ലാം എന്തിൽ പെടും? നെൽവയൽ എന്ന ഗണത്തിൽ പെടും. അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമാണ് പക്ഷെ തരിശായിട്ട് ഇട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നിലങ്ങൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിറകൾ, അതുപോലെ കുളങ്ങൾ, കൈത്തോടുകൾ ഇതെല്ലാം എന്തിൽ വരും? നെൽവയൽ എന്നതിൽ ഉൾപ്പെടും. അപ്പം ഇങ്ങനെ നെൽവയലിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 2.12 എന്നത് ഓർത്തിരിക്കുക. ആകെ 30 വകുപ്പുകളാണുള്ളത്. അതിൽ സെക്ഷൻ 2.12 വകുപ്പ് 2.12 നെൽവയലിൻ്റെ നിർവചനം. എന്താണ് നെൽവയൽ? വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടും കൃഷി ചെയ്യാതെ തരിശായിട്ടിരിക്കുന്നതുമായിട്ടുള്ള നിലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിറകൾ, ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ എന്നിവയെല്ലാം നെൽവയൽ എന്ന രീതിയിൽ ഉൾപ്പെടുത്താം. അത് 2.12 എന്ന് പറയുന്ന വകുപ്പിലാണ് പറയുന്നത്.
ഇനി ഈ ഒരു നിയമപ്രകാരം തണ്ണീർത്തടം എന്ന് വെച്ചാൽ എന്താണ്? തണ്ണീർത്തടം എന്ന് വെച്ചാൽ ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ. ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടം എന്ന് പറയുന്നത്. ഈ ഒരു നിർവചനം പറയുന്ന വകുപ്പ് 2:18 വകുപ്പ് 2:18 തണ്ണീർത്തടത്തിന്റെ നിർവചനം പറയുന്നത്. ഓക്കെ, രണ്ടും സെറ്റല്ലേ, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, തണ്ണീർത്തടം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നെൽപ്പാടങ്ങളും നദികളും ഇതിൽ വരില്ല. തണ്ണീർത്തടം എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരില്ല? നെൽപ്പാടം വരില്ല, അതുപോലെ നദികളും വരില്ല. ഓക്കെ, തണ്ണീർത്തടത്തിൽ ഉൾപ്പെടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വകുപ്പാണ് വകുപ്പ് 11. 11ാമത്തെ വകുപ്പിൽ എന്താ പറയുന്നത്? നെൽവയലുകളിൽ നിന്ന് മണൽ വാരുന്നത്, അതുപോലെ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ രൂപാന്തരപ്പെടുത്തുന്നതും നിരോധിച്ചിരിക്കുന്നു. നെൽവയലുകളിൽ നിന്നും മണൽ വാരുന്നതും അതുപോലെ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ നെൽവയലുകളെ രൂപാന്തരപ്പെടുത്തുക. എന്തൊക്കെയാണ്? നെൽവയലുകളിൽ നിന്ന് ഒന്നുകിൽ മണൽ വാരുക, അല്ലെങ്കിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ നെൽവയലുകളെ രൂപാന്തരപ്പെടുത്തുന്നതും നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 11. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 14. വകുപ്പ് 14 പറയുന്നത് എന്താണ്? നിയമത്തിന് വിരുദ്ധമായിട്ട് നെൽവയലിലോ തണ്ണീർത്തടത്തിലോ ഏതെങ്കിലും പ്രവൃത്തിയോ നിർമ്മാണമോ ചെയ്യുന്നതിന് യാതൊരു ലൈസൻസും തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ലൈസൻസ് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 14 അല്ലെങ്കിൽ വകുപ്പ് 14 എന്ന് പറയുന്നത്. ഓക്കെ, വകുപ്പ് 14 എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന് വിരുദ്ധമായിട്ട് നെൽവയലിലോ തണ്ണീർത്തടത്തിലോ ഏതെങ്കിലും പ്രവൃത്തിയോ നിർമ്മാണമോ ചെയ്യുന്നതിന് യാതൊരു ലൈസൻസും തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 14. അനുച്ഛേദമല്ല, വകുപ്പാണ്. അടുത്തത് വകുപ്പ് 30. 30ാമത്തെ വകുപ്പിൽ പറയുന്നത് എന്താണ്? സംസ്ഥാനത്തെ നെൽവയലുകൾ യാതൊരു കാരണവശാലും പരിവർത്തനപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല. വകുപ്പ് 30 എന്താന്ന് പറയുന്നത്? സംസ്ഥാനത്തെ നെൽവയലുകൾ യാതൊരു കാരണവശാലും പരിവർത്തനപ്പെടുത്താൻ പാടില്ല, രൂപാന്തരപ്പെടുത്തുവാനും പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് വകുപ്പ് 30 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് വകുപ്പ് 23. വകുപ്പ് 23 പറയുന്നത് എന്താണ്? ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് നെൽവയലോ തണ്ണീർത്തടമോ ഒക്കെ നികത്തുകയോ പരിവർത്തനപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 23. ഓക്കെ, അപ്പോൾ നിയമവിരുദ്ധമായിട്ട് നെൽവയലോ തണ്ണീർത്തടമോ നികത്തുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 23 എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള തടവും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയോ ലഭിക്കാവുന്ന ശിക്ഷയാണ്. അപ്പോൾ നിയമവിരുദ്ധമായിട്ട് നെൽവയലോ തണ്ണീർത്തടമോ പരിവർത്തനം ചെയ്യുകയോ രൂപാന്തരപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 23. അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 3 വർഷം വരെ തടവോ 50,000 മുതൽ 1,00,000 രൂപ വരെയോ പിഴയോ ആണ് ലഭിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. ഇനി ഡാറ്റാ ബാങ്ക്. എന്താണ് ഡാറ്റാ ബാങ്ക് എന്നത് അറിഞ്ഞിരിക്കണം. എന്താണ് ഡാറ്റാ ബാങ്ക്? കൃഷിയോഗ്യമായിട്ടുള്ള നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പറുകൾ, വിസ്തീർണം എന്നിവ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കുന്ന പട്ടികയാണ്. ഓക്കെ, കൃഷിയോഗ്യമായിട്ടുള്ള നെൽവയൽ, അതുപോലെ തണ്ണീർത്തടം, കൃഷിയോഗ്യമായിട്ടുള്ള നെൽവയൽ, തണ്ണീർത്തടം, ഇതിൻ്റെ എന്തൊക്കെ? സർവേ നമ്പർ, അതുപോലെ വിസ്തീർണം. ആരാണ് പട്ടിക തയ്യാറാക്കുന്നത്? സർവേ നമ്പറും വിസ്തീർണവും എല്ലാം കൃഷി ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ. കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും കൂടെ ചേർന്നിട്ട്
ഈ കൃഷിയോഗ്യമായിട്ടുള്ള നെൽവയൽ, തണ്ണീർത്തടം എന്നിവയുടെ സർവേ നമ്പറും വിസ്തീർണവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പട്ടിക തയ്യാറാക്കും. അതിനെയാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാദേശിക തല നിരീക്ഷണ സമിതി എന്ന് വെച്ചാൽ എന്താണ്? നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയും. നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എന്തുണ്ടായിരിക്കും? ഒരു ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടന എന്ന് പറയുന്നത്, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടന എന്താണെന്ന് നോക്കാം. ചെയർമാൻ, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലോ? മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ. ദെൻ കോർപ്പറേഷനിലാണെങ്കിൽ മേയർ. കോർപ്പറേഷനിലാണെങ്കിൽ ആരായിരിക്കും? മേയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടനയാണ് പറയുന്നത്. ചെയർമാൻ ആരായിരിക്കും? പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ചെയർപേഴ്സൺ, കോർപ്പറേഷനിലാണെങ്കിൽ മേയർ ആയിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാനെ കൂടാതെയുള്ള മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് കൃഷി ഓഫീസർ, അതുപോലെ കൃഷി ഓഫീസർമാർ. കൃഷി ഓഫീസർ ഉണ്ടായിരിക്കും, കൃഷി ഓഫീസർമാർ, മറ്റ് ഓഫീസർമാർ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരിക്കും, വില്ലേജ് ഓഫീസർമാർ ഉണ്ടായിരിക്കും. കൂടാതെ പ്രദേശത്തെ നെൽകൃഷിക്കാരുടെ 3 പ്രതിനിധികൾ. ആരാണ്? പ്രദേശത്തെ നെൽകൃഷിക്കാരുടെ 3 പ്രതിനിധികളും കൂടെ ഉണ്ടായിരിക്കും. ഇത്രയും പേരാണ് അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ ആയിരിക്കും. അംഗങ്ങൾ ആരൊക്കെയാണ്? കൃഷി ഓഫീസർ, കൃഷി ഓഫീസർമാർ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാർ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ നെൽകൃഷിക്കാരുടെ 3 പ്രതിനിധികളും കൂടെ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ കൺവീനർ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ഓഫീസർ ആയിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ എപ്പോഴും ആരായിരിക്കും? കൃഷി ഓഫീസർ ആയിരിക്കും എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പ്രാദേശിക തല നിരീക്ഷണ സമിതി യോഗത്തിന്റെ ക്വാറം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 പേരാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ യോഗത്തിന്റെ ക്വാറം എത്രയാണ്? 3 പേരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പ്രാദേശിക തല സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഓർത്തിരിക്കുക. സെക്ഷൻ 5 കേട്ടോ. സെക്ഷൻ 5 പ്രാദേശിക തല നിരീക്ഷണ സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എന്നത് ഓർത്തിരിക്കുക. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ യോഗം ചെയർമാൻ നിശ്ചയിക്കുന്ന പ്രകാരം പ്രസ്തുത പഞ്ചായത്ത് ഓഫീസുകളിലാണ് നടക്കുക. പഞ്ചായത്ത് ഓഫീസ് കേട്ടോ. അപ്പം ഇതിൻ്റെ യോഗം നടക്കുന്നത് എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസുകളിലാണ്. ആരാണ് നിശ്ചയിക്കുന്നത്? ചെയർമാൻ നിശ്ചയിക്കുന്ന പ്രകാരം പ്രസ്തുത പഞ്ചായത്ത് ഓഫീസുകളിലായിരിക്കും യോഗം നടക്കുക എന്നത് ഓർത്തിരിക്കുക. ഇത്രയും കിട്ടിയല്ലോ. ഇനി പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രാദേശിക തല സമിതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്, 1, നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ആരുടെ ചുമതലയാണ്? പ്രാദേശിക തല സമിതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തെങ്കിലും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ RDOയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുക. പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കുക.
നെൽവയൽ തരിശായിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക. നെൽവയൽ തരിശായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ആരുടെ പ്രവർത്തനമാണ്? പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്തത്, കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ. ഇപ്പോൾ തരിശായിട്ട് ഇട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതും പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. അടുത്തത്, നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ജില്ലാതല സമിതിക്ക് സമർപ്പിക്കുക. നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ട് കേട്ടോ. അപേക്ഷകൾ പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? ജില്ലാതല സമിതിക്ക് സമർപ്പിക്കണം. എന്തിൻ്റെ റിപ്പോർട്ടാണ്? നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ജില്ലാതല സമിതിക്ക് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങൾ. എന്തൊക്കെയാണ്? നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ RDOയ്ക്ക് റിപ്പോർട്ട് നൽകുക, പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുക, നെൽവയൽ തരിശായിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക, കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ജില്ലാതല സമിതിക്ക് സമർപ്പിക്കുക. ഇത്രയാണ് അധികാരങ്ങളിൽ വരുന്നത്. ഇനി നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവൃത്തികൾ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ഓഫീസർ ആയിട്ടുള്ള കൃഷി ഓഫീസറാണ് ഇത് ചെയ്യേണ്ടത്. RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? RDOയ്ക്കാണ്. ഈ RDOയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? കൃഷി ഓഫീസറാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. RDOയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കൃഷി ഓഫീസറാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, അതായത് ഇങ്ങനെ നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവർത്തികൾ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ടിംഗ് ഓഫീസറായ കൃഷി ഓഫീസറാണ് എന്ന് പ്രതിപാദിക്കുന്നത് വകുപ്പ് 7-ലാണ്. വകുപ്പ് 7. അപ്പോൾ കൃഷി ഓഫീസറാണ് ആര്? റിപ്പോർട്ടിംഗ് ഓഫീസർ. അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വകുപ്പ് 7-ആണ്. ഓക്കെ. അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? കൃഷി ഓഫീസറാണ്. അപ്പം നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവർത്തികൾ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ടിംഗ് ഓഫീസറായ കൃഷി ഓഫീസറാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 7-ആണ്. ഇനി ഇതിലെങ്ങാനും മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, വകുപ്പ് 23-ലാണ് ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ജില്ലാതല സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജില്ലാതല സമിതിയുടെ രൂപീകരണം, ഈ ജില്ലാതല അംഗീകൃത സമിതി രൂപീകരിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറാണ് ജില്ലാതല സമിതിയുടെ രൂപീകരണം. ഓക്കെ. ജില്ലാതല അംഗീകൃത സമിതി രൂപീകരിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. ഇനി ഇതിൻ്റെ ഘടനയാണ് നമ്മൾ പറയുന്നത്. ഈ ജില്ലാതല സമിതിയുടെ ഘടന എന്ന് പറയുമ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും RDO ആയിരിക്കും. ജില്ലാതല സമിതിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? RDO ആയിരിക്കും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരിക്കും? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. ഓക്കെ. മറ്റ് അംഗങ്ങളിൽ ആദ്യത്തെ ആൾ ആരാണ്? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. ഈ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തന്നെയായിരിക്കും ആര്? കൺവീനർ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കൺവീനർ ആരായിരിക്കും? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആയിരിക്കും. അപ്പോൾ മറ്റ് അംഗങ്ങളിൽ വരുന്ന ആളാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, അദ്ദേഹമാണ് കൺവീനർ. പിന്നെ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 കർഷകർ കൂടി വേണം. കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 കർഷകർ എങ്ങനെയുള്ളവരായിരിക്കണം? നെൽ കർഷകർ ആയിരിക്കണം. നെൽ കർഷകർ. ഓക്കെ. അപ്പോൾ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽ കർഷകർ കൂടി ഉണ്ടായിരിക്കണം. ഈ നെൽ കർഷകരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ചെയർമാൻ, ജില്ലാതല അംഗീകൃത സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് RDO ആണ്. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും 3 നെൽ കർഷകരും. ആര് നാമനിർദ്ദേശം ചെയ്യുന്നത്? കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽ കർഷകർ. അവരുടെ കാലാവധി 3 വർഷം. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് കൺവീനർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ ജില്ലാ സമിതിയിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ തീരുമാനമെടുക്കേണ്ടത് 1 മാസത്തിനകമാണ്. ജില്ലാ സമിതിയിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്.
ജില്ലാതല അംഗീകൃത സമിതിയുടെ തീരുമാനത്തിനെതിരെ ഏതൊരാൾക്കും തീരുമാനം കൈപ്പറ്റിയിട്ട് 30 ദിവസത്തിനകം എന്ത് ചെയ്യാം? അപ്പീൽ നൽകാം. അപ്പീൽ നൽകുന്നത് ആർക്കാണ്? കളക്ടർക്കാണ് അപ്പീൽ നൽകാവുന്നത്. ഓക്കെ, അപ്പോൾ ജില്ലാതല അംഗീകൃത സമിതിയുടെ തീരുമാനത്തിനെതിരെ ഏതൊരാൾക്കും അപ്പീൽ നൽകാവുന്നതാണ്. അപ്പീൽ നൽകാവുന്നതാണ് എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം. ആർക്കാണ് അപ്പീൽ നൽകുന്നത്? കളക്ടർക്കാണ് അപ്പീൽ നൽകാവുന്നത്. ഈ അപ്പീൽ ലഭിച്ചിട്ട് 1 മാസത്തിനകം കളക്ടർ എന്ത് ചെയ്യണം? അതിന്മേൽ തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. ഓക്കെ, അപ്പൊ അപ്പീൽ ലഭിച്ചു കഴിഞ്ഞാൽ കളക്ടർ എത്ര മാസത്തിനകം? 1 മാസത്തിനകം തീരുമാനം കൈക്കൊള്ളേണ്ടതാണ് എന്നതും ഓർത്തിരിക്കുക. ഇനി ഈ ജില്ലാതല സമിതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 9ലാണ്. സെക്ഷൻ 9ലാണ് ജില്ലാതല സമിതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജില്ലാ കളക്ടറുടെ അധികാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ജില്ലാതല സമിതി രൂപീകരിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. അപ്പൊ ജില്ലാ കളക്ടർക്ക് ചില അധികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് അധികാരങ്ങൾ? ഒന്നാമത്തേത്, വ്യവസ്ഥകൾ ലംഘിച്ച് രൂപാന്തരപ്പെടുത്തിയ നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് നടപടികൾ കൈക്കൊള്ളുക. അപ്പൊ വ്യവസ്ഥകൾ ലംഘിച്ച് രൂപാന്തരപ്പെടുത്തുകയോ എല്ലാം ചെയ്തിട്ടുള്ള നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നത് ജില്ലാ കളക്ടറുടെ അധികാരത്തിൽ വരുന്നതാണ്. അടുത്തത്, ഇതിനായിട്ട് ചിലവഴിക്കേണ്ട തുക, അതായത് ഇത് പൂർവ്വസ്ഥിതിയിലോട്ട് മാറ്റി കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പൈസ ചെലവാകും അല്ലേ? അപ്പൊ അതിനു വേണ്ടി ചിലവഴിക്കേണ്ട തുക അതിൻ്റെ അവകാശിയിൽ നിന്നും അയാൾക്ക് പറയുവാനുള്ളത് പറയുന്നതിന് ന്യായമായ അവസരം നൽകിയതിന് ശേഷം ഈടാക്കാം. ഓക്കെ, അപ്പൊ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെലവാകുന്ന തുക എന്ത് ചെയ്യാം? ആ പറയുന്ന ആ നിലത്തിന്റെ അധിവാസി അല്ലെങ്കിൽ അധിവാസി എന്നും പറയും കേട്ടോ. അധിവാസി അല്ലെങ്കിൽ അവകാശിയിൽ നിന്നും ഈടാക്കാം. എങ്ങനെയാണ് ഈടാക്കേണ്ടത്? അയാൾക്ക് പറയുവാനുള്ളത് ന്യായമായ അവസരം നൽകി പറഞ്ഞതിന് ശേഷം ഈടാക്കാം എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, നീക്കം ചെയ്യപ്പെടുന്ന, അതായത് ഇപ്പം നിലം നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് പ്രവർത്തനങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന കളിമണ്ണ്, അതുപോലെ മണ്ണ്, ആ മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഇഷ്ടിക, അതുപോലെ ടൈല്, ഇങ്ങനെയുള്ള ഇതെല്ലാം കൈയൊഴിപ്പിക്കുന്നതിനുള്ള തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിക്കേണ്ടതുമാണ്. ഓക്കെ, ഇതും ആരുടെ അധികാരമാണ്? ജില്ലാ കളക്ടറുടെ അധികാരത്തിൽ വരുന്നതാണ്. നീക്കം ചെയ്യപ്പെടുന്ന കളിമണ്ണ്, മണ്ണ്, ഇഷ്ടിക, ടൈല് ഇതെല്ലാം കൈയൊഴിപ്പിക്കുന്നതിനുള്ള തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ, എവിടെയാണ്? കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിക്കേണ്ടതുമാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു നിയമത്തിൽ. ജില്ലാ കളക്ടർ അധികാരമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ ഈ തുക അടപ്പിക്കേണ്ടതാണ് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഓർത്തിരിക്കുക. വകുപ്പ് 13ലാണ് പറയുന്നത്. നീക്കം ചെയ്യപ്പെടുന്ന കളിമണ്ണ്, മണ്ണ്, ഇഷ്ടിക, ടൈൽ എന്നിവ കൈയൊഴിപ്പിക്കുന്നതിന് ഉള്ള തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 13 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജില്ലാ കളക്ടറുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, സംസ്ഥാനതല സമിതിയുടെ രൂപീകരണം. നമ്മൾ ജില്ലാതല സമിതിയുടെ രൂപീകരണം പഠിച്ചു. സംസ്ഥാനതല സമിതിയുടെ രൂപീകരണമാണ് പറയുന്നത്. സംസ്ഥാനതല സമിതി രൂപീകരിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാനതല സമിതി രൂപീകരിക്കുന്നത്. ഇതിൽ വരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ. ആരാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ വരുന്നുണ്ട്. അദ്ദേഹമാണ് കൺവീനർ എന്നത് ഓർത്തിരിക്കട്ടെ. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ. അതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണർ, പരിസ്ഥിതി മേഖലയിലെ വിദഗ്ധൻ, പരിസ്ഥിതി മേഖലയിലെ വിദഗ്ധൻ ഉണ്ടായിരിക്കും. അതുപോലെ നെല്ലുൽപാദന മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ, നെല്ലുൽപാദന മേഖലയിലെ
ഒരു ശാസ്ത്രജ്ഞൻ. ഇത്രയും പേരടങ്ങുന്നതാണ് അംഗങ്ങൾ. സംസ്ഥാനതല സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ, അദ്ദേഹമാണ് കൺവീനർ. ലാൻഡ് റവന്യൂ കമ്മീഷണർ, പരിസ്ഥിതി മേഖലയിലെ വിദഗ്ധൻ, നെല്ലുൽപാദന മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ. ഇനി ഈ അംഗങ്ങളെയെല്ലാം നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? അംഗങ്ങളെയെല്ലാം നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. അംഗങ്ങളെയെല്ലാം നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാനതല സമിതിയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 സംസ്ഥാനതല സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാനതല സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകൃതമാവാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് തണ്ണീർത്തട നിയമം 2010. തണ്ണീർത്തട നിയമം 2010 സെക്ഷൻ 5 പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകൃതമായത്. തണ്ണീർത്തട നിയമം 2010 സെക്ഷൻ 5 പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകൃതമാവുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് 25 2015 മെയ് 25 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുമ്പോഴുള്ള ചെയർമാൻ എന്ന് പറയുന്നത് നിലവിൽ വരുമ്പോഴത്തെയാണ് കേട്ടോ. നിലവിൽ വരുമ്പോഴുള്ള ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ഇപ്പോൾ അത് മാറ്റമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. നിലവിൽ വരുമ്പോഴത്തെ സമയത്ത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു ചെയർമാൻ. അതുപോലെ കൺവീനർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി? പരിസ്ഥിതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു കൺവീനർ. നിലവിൽ വരുമ്പോൾ എന്നുള്ളതാണ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അപ്പം നിലവിലെ കാര്യം പറയാം. നിലവിലെ ഘടന അവസാനം പറയാം, ഓർത്തിരിക്കുക കേട്ടോ. ഇത് നിലവിൽ വരുമ്പോഴത്തെ ചെയർമാനാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കൺവീനർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് പരിസ്ഥിതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇനി തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമപ്രകാരം 2016 ഫെബ്രുവരി 17 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമപ്രകാരം തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമപ്രകാരം 2016 ഫെബ്രുവരി 17 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപന പ്രകാരം 2010 തണ്ണീർത്തട നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുതിയ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 കേട്ടോ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപന പ്രകാരം 2010 തണ്ണീർത്തട നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുതിയ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2017. നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം 2017. അതിലെ വകുപ്പ് 5 പ്രകാരമാണ് കേട്ടോ. വകുപ്പ് 5 പ്രകാരമാണ്. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് തണ്ണീർത്തട നിയമം 2017. ഓക്കെ, തണ്ണീർത്തട നിയമം 2017 വകുപ്പ് 5 പ്രകാരമാണ് നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി വന്നിരിക്കുന്നത്. ഇനി നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരള സർക്കാർ രൂപീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഡിസംബർ 28 നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരള സർക്കാർ രൂപീകരിച്ചത് എന്നാണ്? 2017 ഡിസംബർ 28. ഇനി നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടന നമുക്ക് നോക്കാം. നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടന എന്ന് പറയുന്നത് ചെയർമാൻ ആരാണ്? നമ്മൾ പറഞ്ഞു നിലവിൽ വരുമ്പോഴുള്ള ചെയർമാൻ എന്ന് പറയുന്നത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു അല്ലേ. ഇപ്പോഴത്തെ ഘടന എന്ന് പറയുന്നത് ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാവാം, അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയാവാം. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാവാം അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയാവാം ആര്? ചെയർമാൻ എന്ന് പറയുന്നത്.
ഇനി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ആണ് ആര്? മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയനാണ്. ഓക്കെ, നിലവിലെ ചെയർമാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നിലവിൽ വരുമ്പോഴത്തെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു. നിലവിലെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയാണ്. വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ്. ഓക്കെ ആണല്ലോ. ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ഇനി നിയമത്തിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾക്കായി തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ ശുപാർശ ചെയ്യുക. ഓക്കെ, എന്താണ്? നിയമത്തിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾക്കായിട്ട് തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ ശുപാർശ ചെയ്യുക എന്നതും കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. എല്ലാ തണ്ണീർത്തടങ്ങളുടെയും സമഗ്രമായ ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുകയും കേന്ദ്ര ഗവൺമെന്റ് വികസിപ്പിച്ചിരിക്കുന്ന വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. ഇനി ഓരോ 10 വർഷത്തിലും ഡാറ്റ എന്ത് ചെയ്യണം? പുതുക്കണം. ഓരോ 10 വർഷത്തിലും ഡാറ്റ പുതുക്കണം എന്നതും കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനമാണ്. തണ്ണീർത്തടങ്ങളിലും അവയുടെ സ്വാധീന മേഖലയിലും നിയന്ത്രിക്കേണ്ടതും അനുവദനീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ലിസ്റ്റ് വികസിപ്പിക്കുക. എന്താണ്? തണ്ണീർത്തടങ്ങളിലും അവയുടെ സ്വാധീന മേഖലയിലും നിയന്ത്രിക്കേണ്ടതും അനുവദനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ലിസ്റ്റ് തയ്യാറാക്കുക അല്ലെങ്കിൽ സമഗ്രമായ ലിസ്റ്റ് വികസിപ്പിക്കുക. ഇതൊക്കെയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നിലവിലുള്ള സംസ്ഥാനതല വികസന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തിരിച്ചറിയുക. നിലവിലുള്ള സംസ്ഥാനതല വികസന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തിരിച്ചറിയുക. അതുപോലെ വിജ്ഞാപനം ചെയ്യപ്പെട്ട തണ്ണീർത്തടങ്ങളുടെയോ തണ്ണീർത്തട സമുച്ചയത്തിൻ്റെയോ അതിരുകൾ അതിൻ്റെ ഉള്ളിൽ ഭൂമിക്ക് സ്വകാര്യ കുടയെടുപ്പ് അവകാശമുണ്ടെങ്കിൽ പ്രമോഷണൽ പ്രവർത്തനങ്ങളിലൂടെ പാരിസ്ഥിതിക സ്വഭാവം നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ശുപാർശ ചെയ്യുക. ഇത്രയുമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ഒന്നുകൂടെ പറയാം. സംസ്ഥാനത്തെ എല്ലാ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. നിയമത്തിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾക്കായി തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ ശുപാർശ ചെയ്യുക. എല്ലാ തണ്ണീർത്തടങ്ങളുടെയും സമഗ്രമായ ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുകയും കേന്ദ്ര ഗവൺമെന്റ് വികസിപ്പിച്ചിരിക്കുന്ന വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഓരോ 10 വർഷത്തിലും ഡാറ്റ പുതുക്കുക. തണ്ണീർത്തടങ്ങളിലും അവയുടെ സ്വാധീന മേഖലയിലും നിയന്ത്രിക്കേണ്ടതും അനുവദനീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ലിസ്റ്റ് വികസിപ്പിക്കുക. നിലവിലുള്ള സംസ്ഥാനതല വികസന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തിരിച്ചറിയുക. വിജ്ഞാപനം ചെയ്യപ്പെട്ട തണ്ണീർത്തടങ്ങളുടെയോ തണ്ണീർത്തട സമുച്ചയത്തിൻ്റെയോ അതിരുകൾക്കുള്ളിലെ ഭൂമിക്ക് സ്വകാര്യ കുടയെടുപ്പ് അവകാശമുണ്ടെങ്കിൽ പ്രമോഷണൽ പ്രവർത്തനങ്ങളിലൂടെ പാരിസ്ഥിതിക സ്വഭാവം നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ശുപാർശ ചെയ്യുക. ഇത്രയുമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി 1-2 പോയിന്റും കൂടെ ഓർത്തിരിക്കുക. സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിതമായത്. സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ.
അത് 2021 ഫെബ്രുവരി 2-നാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 2021 ഫെബ്രുവരി 2-നാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്ഥാപിതമായത് ചെന്നൈയിലാണ്, 2021 ഫെബ്രുവരി 2-നാണ്. ഇനി അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ IWDMK. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചടയമംഗലമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള സ്ഥിതി ചെയ്യുന്നത്. ചടയമംഗലം, കൊല്ലം. സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്ഥാപിതമായത് ചെന്നൈയിലാണ്, 2021 ഫെബ്രുവരി 2-നാണ്, അത് ഓർത്തിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചടയമംഗലം, കൊല്ലമാണ്. ഓക്കെ.